أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون وذلكم ظنكم الذي ظننتم بربكم أرداكم فأصبحتم من الخاسرين فإن يصبروا فالنار مثوى لهم وإن يستعتبوا فما هم من المعتبين وقيضنا لهم قرناء فزينوا لهم ما بين أيديهم وما خلفهم وحق عليهم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أدعو ربي ولا أشرك به أحدا. ആദർശ സമ്മേളനത്തിൻ്റെ പ്രസീഡിയത്തിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, ഇസ്ലാഹി റേഡിയോ അതുപോലെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ ചിരൂർ പ്രദേശത്ത് നടക്കുന്ന
പടച്ച തമ്പുരാന്റെ ദീനിനെ സംബന്ധിച്ചുള്ള ഈ ചർച്ച കേൾക്കുന്ന സഹോദരന്മാരെ, കുടുംബിനികളെ, വളരെ മഹത്തായ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് മരണാനന്തര ജീവിതത്തിലെ രക്ഷാശിക്ഷകളെ മുൻനിർത്തിക്കൊണ്ടുള്ള വൈയക്തികമോ പ്രാസ്ഥാനികമോ ആയ താല്പര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് വളരെ ഗൗരവമായ ഒരു ചർച്ചയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളില്ലാത്ത കാലഘട്ടം മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്മാർ എത്ര നിഷ്കളങ്കരായിരുന്നു എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ ഭിന്നതയില്ല. ആ പ്രവാചകന്മാരുടെ പാത പിൻപറ്റിയ നല്ലവരായ ആളുകളുടെ ഉദ്ദേശങ്ങളും വളരെ നിഷ്കളങ്കമായ ഉദ്ദേശമാണ്. കാപട്യമില്ലാതെ മനുഷ്യരെ ദീനിലേക്ക് നയിക്കുക എന്നുള്ളതാണ് പ്രവാചകന്മാരിൽ നിന്ന് പ്രബോധനം അനന്തരമെടുത്ത ആളുകൾ ചെയ്യേണ്ടത്. സൂറത്ത് യാസീൻ നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായമാണ് സൂറത്ത് യാസീൻ. അതിലെ 20 മുതലുള്ള വാചകങ്ങൾ നല്ല ചിന്തയോടെ വായിക്കുന്ന ഏതൊരാൾക്കും ഹൃദയത്തിൽ അപാരമായി സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 പ്രവാചകന്മാരെ അയച്ച ഒരു ജനതയിലേക്ക് ആ 3 പ്രവാചകന്മാരെയും ആ ജനത വേണ്ടും വിധം പരിഗണിച്ചില്ല. ആ പ്രവാചകന്മാർ അവരെ ആത്മാർത്ഥമായി സത്യദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ജനങ്ങൾ അവർക്കെതിരെ പുറംതിരിഞ്ഞു നിന്നു. അമ്പിയാക്കൾക്കെതിരെ പുറംതിരിഞ്ഞു നിന്ന ഒരു ജനതയെ പരാമർശിച്ചുകൊണ്ട് ഈ ബഹളങ്ങൾക്കെല്ലാം ഇടയിൽ പ്രവാചകന്മാരുടെ പ്രബോധനം ശ്രദ്ധിച്ച സ്വാത്വികനായ ഒരു നാടൻ മനുഷ്യനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ പറയുന്നു. അതായത് പ്രവാചകന്മാരെന്താ പറയുന്നത് എന്ന് അദ്ദേഹം കേട്ടു. പ്രവാചകന്മാരെ എതിർക്കുന്ന ആളുകളുടെ വാദമുഖങ്ങളും അവസ്ഥാവിശേഷങ്ങളും എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ് എന്നും അദ്ദേഹം അറിയുന്നു. പ്രവാചകന്മാർ വരുന്നത് വരെ ആ സമൂഹം അവിടുത്തെ പുരോഹിതന്മാരുടെ പ്രചരണങ്ങളും അവരുടെ പ്രബോധനങ്ങളും എല്ലാം ശ്രദ്ധിച്ച് അതിന്റെ ഭാഗവാക്കായ ഒരു മനുഷ്യനും കൂടിയായിരുന്നു ഇയാൾ. അതുകൊണ്ട് പ്രവാചകന്മാരെ വേറിട്ട് ശ്രദ്ധിച്ചു അദ്ദേഹം. അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായ വളരെ പ്രധാനമായ ഒരു കാര്യം അയാൾ ജനങ്ങളോട് പറയണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പാഠമായി ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وجاء من أقصى المدينة رجل يسعى. ആ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരു സാധാരണക്കാരൻ, പക്ഷേ അയാൾ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുന്ന ആളാണ്, പ്രവാചകന്മാരുടെ വർത്തമാനങ്ങൾ കാതുകൊടുത്ത് ശ്രദ്ധിക്കുന്ന മനുഷ്യനാണ്. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا. തീർച്ചയായും ആ പ്രവാചകന്മാരുടെ പാത നിങ്ങൾ പിൻപറ്റണം മനുഷ്യരെ, കാരണം അവർ നിങ്ങളോട് പ്രതിഫലം ചോദിക്കാത്ത ആളുകളാണ്, യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത, നിങ്ങളെ വഴിവേപ്പിക്കാത്ത, ഹിദായത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന പ്രവാചകന്മാരാണ്. ഒരു വല്ലാത്ത വാക്കാണ്. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. അവർ ഹിദായത്തിലാണ്, ആ പ്രവാചകന്മാർ ഹിദായത്തിലാണ് എന്നതിന് എനിക്കുള്ള ഉറപ്പെന്താണ്? ലലാലത്തിലായവരുടെ അവസ്ഥ എന്താ? അത് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാരെ തിരിച്ചറിയൽ അങ്ങനെയാണ്. പണ്ഡിതന്മാരെ എല്ലാവരെയും ഒരേ കണ്ണോടുകൂടി കാണരുത്. അങ്ങനെ ഒരു അവസ്ഥാവിശേഷം പലപ്പോഴും അറിയാതെ നമ്മുടെ ആളുകൾക്കിടയിലൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ആളുകളെ അളക്കേണ്ടത് എങ്ങനെയാ? അതുപോലെ ആളുകൾക്ക് തെറ്റിപ്പോകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷം ആളുകൾ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നും. അങ്ങനെ തിന്നണമെങ്കിൽ നടക്കണം. അള്ളാന്റെ മാർഗത്ത് നിന്ന് ജനങ്ങളെ തെറ്റിച്ചാലേ അവർക്ക് ജനങ്ങളിൽ നിന്ന് ചൂഷണം ചെയ്യാൻ കഴിയും. അള്ളാന്റെ മാർഗത്ത് തന്നെയാണെങ്കിലോ ജനങ്ങൾ നിങ്ങട്ട് കിട്ടുന്ന അവകാശമൊന്നും ഉണ്ടാവില്ല വല്ലാതെ. അതാണ് സൂറത്ത് തൗബയിലെ 35-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ അവരെ പിൻപറ്റൂ, കാരണം അവർ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. മാത്രമല്ല അവര് യഥാർത്ഥത്തിലുള്ള വഴിയിലാണ്, ഹിദായത്തിലാണ്. സൂറത്ത് യാസീനിലെ മനുഷ്യനെ നാട്ടുകാർ കൊന്നുകളഞ്ഞു. ആ മനുഷ്യനെ നാട്ടുകാർ കൊന്നുകളഞ്ഞു. പ്രവാചകന്മാരെ സപ്പോർട്ട് ചെയ്തവരെ അവർ കൊന്നുകളഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, അദ്ദേഹത്തിന് മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആത്മകഥം പടച്ചോ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്താണ്? അല്ലാഹുവേ, എന്റെ അവസ്ഥ എങ്ങാനും അവരറിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് സ്വർഗമാണുള്ളത് എന്നതെങ്ങാനും അവരെന്നെ എതിർത്തെന്നെ കൊന്നത് അവർക്ക് നഷ്ടമായി പോയി എന്നതെങ്ങാനും അവരറിഞ്ഞിരുന്നെങ്കിൽ പിന്നെയും അവരുടെ കൈകളാൽ കൊല്ലപ്പെട്ടിട്ട് പോലും അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, എന്നെ റബ്ബിട്ട സ്വർഗമെല്ലാം അവർ കാണുകയാണെങ്കിൽ എനിക്ക് എന്റെ പടച്ചോൻ നൽകുന്ന ഈ സൗഭാഗ്യം അത് അദ്ദേഹത്തിന് അനുഭവബോധ്യമായി. അത് അദ്ദേഹം പറയുകയാണ്. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ മൈൻഡ്. ആരോപണങ്ങൾ ഉണ്ടാവും, പ്രത്യാരോപണങ്ങൾ ഉണ്ടാവും, വ്യക്തി തേജോവധങ്ങൾ ഉണ്ടാവും, എല്ലാം നടക്കും. അത് വ്യാപകമാണ്. ഞാനിപ്പോ ഈയിടെ കുറെ പ്രസംഗങ്ങൾ ചെയ്യും. ഞാൻ അവതരിപ്പിക്കുന്ന വിഷയത്തിന് ഖണ്ഡന ഇവിടെയില്ല. ഞാൻ അവതരിപ്പിക്കുന്ന പോയിന്റുകൾക്ക് മറുപടിയില്ല. എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാം. ഏതെങ്കിലുമൊക്കെ ഒരുപാട് കാലം പ്രസംഗിച്ചൊരു പ്രബോധകൻ എന്ന നിലയിൽ എവിടെയെങ്കിലും നമ്മൾ അറിയാതെ സൂക്ഷ്മത കുറവുകൊണ്ട് അബദ്ധങ്ങളോ ധാരണ പിശകുകളോ വന്ന ഭാഗങ്ങൾ തേടിപ്പിടിച്ച് സമസ്തക്കാരെ പോലെ ഇട്ട് കേൾപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഒരേ ഒരു വഴി, അത് നിങ്ങൾക്ക് 2 പ്രസംഗങ്ങളും ശ്രദ്ധിച്ചാൽ വേർതിരിയും. നിങ്ങളെ എന്നെയൊക്കെ എതിർക്കുന്ന എന്റെ സഹപ്രവർത്തകര് തന്നെ, അവരുടെ പ്രസംഗങ്ങളും നിങ്ങൾ വേർതിരിച്ച് കേട്ടാൽ ഞങ്ങൾ കൃത്യമായ ഒരു ആദർശത്തിലേക്ക് നിങ്ങളെ നയിക്കും. ആ ആദർശത്തിന്റെ വസ്തുതയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ആശയപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കൃത്യമായ ഒരു പ്രമാണം മുന്നിൽ കണ്ടുകൊണ്ടാണ്. നോക്ക്, നിങ്ങളെ മതപരമായ കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ നിങ്ങൾ പടച്ച തമ്പുരാനിലേക്ക്, ലോകത്തിന്റെ സിട്ടാവിലേക്ക് അത് മടക്കാനാ പറഞ്ഞു. ഖുർആനിലേക്കും സുന്നത്തിലേക്കും നിങ്ങൾ മടക്കണം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നിങ്ങളാണോ? പടച്ചവനിൽ വിശ്വസിക്കുന്നവർ നിങ്ങളാണോ? മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ വിശ്വസിക്കുന്നവർ നിങ്ങളാണോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. ദാലിക ഖൈറുൻ, അതാണ് ഉത്തമമായ കാര്യം. വഅഹ്സനു തഅവീല, അതാണ് നല്ല പര്യവസാനം. ഇത് സൂറത്ത് നിസായിലെ 59-ാമത്തെ വചനമാണ്. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്നത് ഒരു നൂറ്റാണ്ട് കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ വാദമാണ്. അമ്പിയാക്കൾ അവതരിപ്പിച്ച വിഷയമാണ്. എല്ലാ പ്രവാചകന്മാരും ലോകത്ത് പഠിപ്പിച്ച ഈ വാദത്തിൽ നിന്നുകൊണ്ട് ഒരു അണുകിട വ്യതിചലിക്കാതെ ചില വസ്തുതകൾ നിങ്ങളെ അറിയിക്കുകയാണ്. അവിടെ ഒരു കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. അതെന്താന്ന് ചോദിച്ചാല്, ആരോപണങ്ങളെ കൊണ്ട് ദുനിയാവിലെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. താൽക്കാലികമായി ഒരു സുഖവും സൗഭാഗ്യവും ഒക്കെ കിട്ടും, അല്ലാതെ അതുണ്ടാവോ? ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെന്താ കരുതുന്നത്? ഒരു ആരോപണം പറഞ്ഞിട്ട് വിശദീകരിച്ചു എന്ന് വിചാരിക്കാൻ, അതങ്ങനല്ല, ഇങ്ങനായിരുന്നു, ശരിയോ മനസ്സിലായി എന്ന് പറയലാണ് വിശ്വാസികളുടെ ബാധ്യത. നേരെ മറിച്ച് നിങ്ങൾക്കറിയാലോ, സമസ്തക്കാരായ ആളുകൾ ഞങ്ങളുടെയൊക്കെ ക്ലിപ്പിങ്ങുകൾ എത്ര വിശദീകരിച്ചാലും അതിന്റെ ശരി ഉൾക്കൊണ്ടിട്ട് ആ ക്ലിപ്പിംഗ് കേട്ടിട്ട് സമസ്തയിൽ തന്നെ ഒരുപാട് ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക്. എന്നാലും ഉസ്താദുമാരെന്ത് ചെയ്യും? ഒരു പുതിയ സ്ഥലം കിട്ടിയ കൊണ്ടുവന്നു. എന്തേ അവരുടെ ഉദ്ദേശം? ഒരു കാര്യം നമ്മൾ വിശദീകരിക്കുക, അത് ഇന്നതാണ്, അബദ്ധം പറ്റിയാണ്, ധാരണ പിശകാണ്, ക്ഷമിക്കേണ്ടതാണ്, ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവിടാറ്. അപ്പൊ അറിഞ്ഞെടുത്ത് തന്നെ ഇടുക എന്ന് പറഞ്ഞാലോ അതൊരു ചർമ്മ സൗഭാഗ്യമാണ്. എല്ലാവർക്കും ഉണ്ടാവില്ല, എല്ലാവർക്കും അത് ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഉണ്ടാവും, ഒരു പശ്ചാത്താപം ഉണ്ടാവില്ല.
കാരണം ഓൽക്ക് ആ ഇത് ഇടുന്തോറും ഓലെ പ്രോത്സാഹിപ്പിക്കാൻ കുറെ ആളുകളാണ്. ആ പ്രോത്സാഹനത്തിൽപ്പെട്ട് പിശാചിന്റെ കരങ്ങളിൽ അമർന്നു പോവുകയാണ്. ഒരു കാരണവശാലും എന്നെയോ നിങ്ങളെയോ അങ്ങനെ സ്വാധീനിക്കാൻ പാടില്ല. ഇവിടെ വ്യക്തികളോട് നമുക്കൊരു വിരോധമില്ല. വ്യക്തികളുടെ അബദ്ധത്തെ എടുത്തിട്ടല്ല, വ്യക്തികളുടെ ആദർശ പോരായ്മ ചൂണ്ടിക്കാണിക്കണം. ആദർശപരമായ പോരാട്ടം വരുമ്പോ ആദർശം പറയാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്ന എന്താണ്, ഒരു കാലത്ത് ശിർക്കല്ല എന്ന് പറഞ്ഞിട്ട് സമസ്തക്കാർക്ക് കിട്ടുന്ന എല്ലാ വേദിയിലും മറുപടി പറയാം. അതുപോലെ നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ മർക്കസുദ്ദവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹുസൈൻ മടവൂർ സാഹിബിന്റെ കൂടെ പ്രവർത്തിക്കുന്ന CP ഉമർ സുല്ലമിയുടെ കൂടെ പ്രവർത്തിക്കുന്ന നമ്മുടെ ആളുകൾ, അവര് നമ്മളെ പറ്റി തെറ്റായ ധാരണകൾ പ്രചരിപ്പിച്ചപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സഹപ്രബോധകർ അവരെന്ത് പറഞ്ഞു? അവര് പറഞ്ഞു, നിങ്ങളാ പറയുന്നത് ശരിയല്ല, അതിൽ ശിർക്കില്ല, അതിൽ ഇന്നതേ ഉള്ളൂ. ഹാജറ ബീവിയുടെ സംഭവം തെളിയിക്കുന്നത് അതാണ്, ഈസാ നബിയുടെ സംഭവം തെളിയിക്കുന്നത് അതാണ്, ഇന്നെന്ന ഖുർആനിക വചനം തെളിയിക്കുന്നത് അതാണ്, ഇന്നെന്ന ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് എന്നൊക്കെ അവർ പ്രസംഗിച്ചു 10 കൊല്ലത്തോളം ശിർക്കിനെ, അവരുടെ ഇപ്പോഴത്തെ വാദപ്രകാരം ശിർക്കിനെ അവർ തൗഹീദാക്കിയാണ്. അപ്പോ അവിടെ സമസ്തക്കാരാണ് ശരിയായത്, മടപൂരികളാണ് ശരിയായത് എന്നാണ് അവരിപ്പോ ബാധിക്കുന്നത്. 10 കൊല്ലം ഞങ്ങൾക്ക് ഗുരുതരമായ അപാകത പറ്റി, വമ്പിച്ച തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ ശിർക്കിലായിരുന്നു എന്നൊരു ജനത പറയുമ്പോൾ ആ വിഷയത്തെ കാണിക്കാം. ജിന്ന് ഭൗതികമാണ് എന്ന് പറയൊരു കാലത്ത്, വേറൊരു കാലത്ത് അഭൗതികമാണെന്ന് പറയാം. അഭൗതികമാണ് എന്ന് പറഞ്ഞവർക്ക് മറുപടി കൊടുക്കുക. ഏത്? അതാണ് പോയിന്റ്. അല്ലാതെ വ്യക്തിക്ക് സംഭവിച്ച സ്ഖലിതങ്ങളോ ബോധപൂർവമല്ലാതെ സംഭവിച്ച അബദ്ധങ്ങളോ വാക്കുകളിൽ പറ്റിയതോ ധാരണയിൽ പറ്റിയതോ ഇട്ടിട്ട് പരിഹസിക്കല്ല, അപഹസിക്കല്ല, ആളെ കൊച്ചാക്കല്ല. അതൊരു ദീനീ പ്രബോധകന് യോജിച്ചതുമല്ല, ഒരു ദീനീ പ്രബോധകന് യോജിച്ചതുമല്ല. ഇവിടെ എന്താണ്, ജിന്ന് ഭൗതികാണെന്ന് മറുപടി പറയാം, എന്നിട്ട് ആളുകളെ ആ വിഷയം പറഞ്ഞിട്ട് പരിഹസിച്ച് അപഹസിക്കുക. എന്നിട്ട് അതേ കാര്യം ഇപ്പൊ പറയണത് അന്ന് അമ്പലക്കടവ് പറഞ്ഞതായിരുന്നു ശരി എന്നാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുക. അതല്ലാതെ, അതായത് ഒരു കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ശിർക്കായിരുന്നല്ലോ വോട്ട് ചെയ്യല്, ഇപ്പൊ അവർക്ക് തൗഹീദാണ്. ഇതുപോലുള്ള പോയിന്റുകൾ. അല്ലാതെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന് ഇന്നൊരു പ്രശ്നമുണ്ട്, അയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അയാൾ 10 റുപ്യ വാങ്ങിയിട്ട് കൊടുത്തിട്ടില്ല, അയാൾ ഭാര്യനെ നോക്കിയിട്ടില്ല, അയാൾ അമ്മായിനെ തല്ലിയിട്ടുണ്ട്, ഇതൊന്നല്ല ദീനീ പ്രബോധനത്തിൽ പണ്ഡിതന്മാര് സ്വീകരിക്കേണ്ട ലൈൻ ഇതല്ല എന്ന് ഞാൻ മനസ്സിലാക്കും. എന്റെ പ്രബോധനത്തിൽ ഒരിടത്തും അത്തരം വരാതിരിക്കാൻ ഞാൻ ഇനി ശ്രദ്ധിക്കുകയും ചെയ്യും. നിങ്ങളും പ്രാർത്ഥിക്കുക. കാരണം ഇത് ദുനിയാവിലെ മത്സരമല്ലല്ലോ, കക്ഷി മത്സര്യമല്ലല്ലോ, മനസ്സ് തട്ടി തന്നെ പറയുന്നു. പരലോകത്തെ ഓർത്തുകൊണ്ട് തന്നെ എത്രയും കാലം ഇതൊക്കെ പറഞ്ഞത്. എങ്കിലും ഏത് മനുഷ്യനിലും കടന്നു വരാവുന്ന വൈകാരികതയോ പിശാച് പ്രേരിപ്പിച്ചിട്ടോ ഉണ്ടാകാവുന്ന കാര്യങ്ങളാൽ വന്നുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതൊരു സ്ഖലിതവും എന്റെ പേരിൽ കേട്ടാൽ അത് എന്റെ തകരാറും എന്നിൽ പിശാചിന്റെ സ്വാധീനം ഉണ്ടായപ്പോൾ ഉള്ളതുമാണ്. അത് ഇസ്ലാമിന്റെ തകരാറോ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തകരാറോ അല്ല. ഇനി ഈ പ്രസംഗത്തിലും അങ്ങനെ ഉണ്ടായാലും അതെന്റെ വ്യക്തിപരമോ അതല്ലെങ്കിൽ എന്നിൽ പിശാചിന്റെ സ്വാധീനം ഉണ്ടായിട്ടോ ഉണ്ടാകുന്നതാണ്. ഞാൻ ദീനായി നിങ്ങളെ എന്തൊന്ന് പഠിപ്പിക്കുന്നുവോ അതെല്ലാം പടച്ചോന്റേതാണ്. വ്യക്തിപരമായ ഒരു താല്പര്യം ഒരു പ്രസ്ഥാനത്തോടും ഒരാളോടും ഇല്ല എന്നുള്ളത് ഗൗരവമായി പറയണം. സത്യം എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടത് അറിഞ്ഞുകൊണ്ടൊരിക്കലും നിങ്ങളെ ചതിക്കില്ല. സത്യം ഉറപ്പായി പടച്ചോനെ സാക്ഷി നിർത്തി പറയണം. അറിഞ്ഞുകൊണ്ട് ബോധപൂർവമായി ഒരു ഹക്കിനെ മറച്ചു വെക്കില്ല. കൂട്ടത്തിൽ പെട്ടുകൊണ്ട് നിങ്ങൾക്കറിയാലോ, ഒരു പ്രബോധകന്റെ വാക്കുകളിൽ വന്നിട്ടുള്ളതാണ് എന്ത്, അന്ന് അബ്ദുൽ ജബ്ബാർ മൗലവി ശിർക്കിലായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുമ്പോ ആ ശിർക്ക് ഞങ്ങൾ മൂടിവെച്ചു. പടച്ചോനാണ്, ഞാനൊന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതായത് എനിക്ക് ബോധ്യപ്പെടുക സക്കറിയ സുലൈക്കോ അല്ലെ AP അബ്ദുൽ ഖാദർ മൗലവിക്കോ ഒരു കാര്യത്തിൽ ഇസ്ലാമികമായി തെറ്റുപറ്റിയാൽ സംഘടനയുടെ സെക്രട്ടറി അല്ലേ എന്ന് വിചാരിച്ച് നമ്മളത് പൊറുക്കുകയോ മറക്കുകയോ ചെയ്യൂല, ചെയ്യാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമമാണ്, ഇസ്ലാമിന്റെ നിയമമാണ്. തെറ്റിനെ തെറ്റായി തൂമ്പയെ തൂമ്പയായി കാണാനുള്ള ഒരു വിശാലത അതെന്തുകൊണ്ടുണ്ടാവുന്നു? ഒരു സംഘടനയുടെ നേതാവിന് ശിർക്ക് പറ്റി അത് തൗഹീദാക്കി മാറ്റി പ്രസംഗിച്ചു, അതാ അപകടം. അതൊരു വ്യക്തിവിരോധമല്ല ഈ പറയുന്നത്. അതായത് ജബ്ബാർ മൗലവി ശിർക്കിലായിരുന്നു എന്ന് ഇസ്ലാഹ് വായിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം, ഞങ്ങളത് മൂടി വെച്ചതാണ്. കാരണം അയാൾ ഞങ്ങളോടൊപ്പം നിന്നതല്ലേ, ജമിയത്തുൽ ഉലമയിലൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ. അങ്ങനെ ഒരു വികാരം സമസ്തക്കാർക്ക് ഉണ്ടാകാൻ പാടില്ല, മുജാഹിദുകൾക്ക് ഉണ്ടാകാൻ പാടില്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം അത് നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തും, മരണാനന്തര ജീവിതത്തെ നഷ്ടപ്പെടുത്തും. നമുക്ക് അതിന്റെ പേരാണ് വർഗീയത.
അതായത് സ്റ്റേജിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഗുരുതരമായ ഒരു തെറ്റ് പറ്റിയാൽ ഞാൻ അതിനെ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർഗീയവാദിയാണ്, ഞാൻ അതിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർഗീയവാദിയാണ്. എന്നിട്ട് ഞാൻ അയാളെ ന്യായീകരിച്ച് അയാളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച സമസ്തക്കാർക്കെതിരെ ആക്രോശിക്കുക എന്നുള്ളത് എന്റെ നീതിബോധത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ഇവിടുന്ന് പ്രതീക്ഷിക്കരുത്. മറിച്ച് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ, പ്രതിസന്ധികൾ എന്താണ്? സമസ്തക്കാരോടും മടവൂർ വിഭാഗത്തോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളും ഞങ്ങളും ഒക്കെ പരലോകത്ത് വരുമല്ലോ. നമ്മൾ ആരും അവിടെ കുറ്റക്കാരാകരുത്, ആരും അവിടെ ശിക്ഷിക്കപ്പെടരുത്. ഇതൊരു വാശിപോക്കലല്ല, ഇതൊരു മത്സരമല്ല, ഇത് ഊറിച്ചിരിക്കാനുള്ള ഒരു സംഗതിയല്ല. മനുഷ്യകുലമാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അവിടെയൊക്കെ എന്താണ് നമ്മൾ കേൾക്കേണ്ടത്? വ്യക്തിപരമോ സ്വാർത്ഥപരമായ ചിന്തകളോ ഒന്നും നമുക്കിതിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് എന്റെ പരലോകം, എന്റെ പരലോകം, ഞാൻ അല്ലല്ലാത്ത ഒരാളെ ഇബാദത്ത് ചെയ്താൽ ഉറപ്പായിട്ടും എന്റെ റബ്ബ് എന്നോട് പറയുന്നു, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഇതെന്റെ റബ്ബ് പറഞ്ഞതാ. 5-ാം അധ്യായം 72-ാമത്തെ വചനം. ആരല്ലാഹുവിൽ പങ്കു ചേർത്തുവോ അവന് സ്വർഗം നിഷിദ്ധമാണ്, അവൻ നരകാവകാശിയാണ്, അവനൊരു സഹായിയെയും ലഭിക്കുകയില്ല. ഇത് പടച്ചോൻ പറഞ്ഞതാ. അപ്പൊ ശിർക്കിന്റെ അംശം വന്നാൽ പടച്ചോ, നിങ്ങൾക്കറിയാം ശിർക്കുൽ അസ്ഗറും ഉണ്ട്, ശിർക്കുൽ അക്ബറും ഉണ്ട്. അതിലൊരു കാരണവശാലും ശിർക്കുൽ അക്ബർ വരാതെ, ശിർക്കുൽ അസ്ഗർ ഉറുമ്പരിക്കുന്ന പോലെ മനുഷ്യ ജീവിതത്തിലേക്ക് കയറി വരും. ജാഗ്രത പുലർത്തേണ്ടതാണ് ഇത് രണ്ടും ജാഗ്രത പുലർത്തേണ്ടതാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ശിർക്കുൽ അസ്ഗർ വന്നാൽ ഇസ്ലാം എന്ന് പുറത്തു പോകില്ല. പക്ഷേ വലിയ ശിർക്ക് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ തിന്മ ശിർക്കുൽ അസ്ഗറാണ് എന്നെല്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും പറഞ്ഞു. ഇപ്പൊ നിസ്കാരം ഒരാള് രണ്ടാള് നോക്കി നിൽക്കുക, അപ്പൊ അയാൾ ഭയങ്കര ഭക്തിയിൽ നിസ്കരിച്ചാൽ അത് റിയാ ആണ്, അത് ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ്, അതായത് ശിർക്കുൽ അസ്ഗറാണ്. അത് വന്നു കഴിഞ്ഞാൽ അപകടമാണ്, അവൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് സുഫിയാനു സൗരിയെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവര് പറഞ്ഞിട്ടുള്ളത്, ആ ഉത്തമ തലമുറയിലെ ആളുകൾ പറഞ്ഞിട്ടുള്ളത്, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ജിഹാദ് ചെയ്തത് റിയാഗ് വരാതിരിക്കാനാണ്. ഞാനും നിങ്ങളുമൊക്കെ പാടുപെടേണ്ടതും അതിനാണ്. നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ വിരോധത്തിന്റെ നമ്മളൊരു വിഷയം അവതരിപ്പിക്കുകയാണ് ഇവിടെ. ആ വിഷയാവതരണത്തിൽ ഒരാളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ കേട്ടാൽ അതിനെ സംബന്ധിച്ച് കൃത്യമായി അയാളുടെ ലൈൻ എന്താണ് എന്ന ആളുകൾക്ക് മനസ്സിലാവും, അയാളുടെ വാദമുഖങ്ങൾ എന്താണ് എന്ന ആളുകൾക്ക് മനസ്സിലാവും. ഒരു വ്യക്തിയുടെ വിശ്വാസം പറയാൻ അയാൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എത്ര തന്നെ എന്റെ വിശ്വാസം പറഞ്ഞാലും അതല്ല എന്ന് മറ്റൊരാൾ വ്യാഖ്യാനിച്ചു തുമ്പില്ലാണ്ടാക്കുക, ആളുകൾക്കിടയിൽ വമ്പിച്ച വിശ്വാസം ഉണ്ടാക്കുക. ഗുരുതരമായ, എന്തിനാണത്? സതുദ്ദേശമല്ല, ദുരുദ്ദേശമാണ്. ഒരാള് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചുകൂടി ഞാൻ ഇവിടെ പറയണം. അതായത് ഒരാളോട് അയാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അയാൾ പടച്ചോനെ ശരിക്ക് വിളിച്ച് സത്യം ചെയ്ത് പറഞ്ഞാൽ പിന്നെ അയാളെ വെറുതെ വിടണം. നിങ്ങൾക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന അഭിപ്രായം ഉണ്ടോ? നിങ്ങൾ എന്നോട് ചോദിക്കാന്ന് വിചാരിക്കുക, പടച്ചോനാണ് ഈ സത്യം, എന്റെ പേരിൽ ഒരു ആരോപണം, എനിക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് ഞാൻ പറയുന്നതിനോടുകൂടി എന്റെ നേരിലുള്ള ആരോപണം നിർത്തൽ ഒരു മുഅ്മിന് ബാധ്യതയാകുന്നു എന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. ഏത് കാര്യത്തിലും ഒരാളുടെ പേരിൽ ആരോപണമോ പ്രത്യാരോപണമോ ഒക്കെ ഉണ്ടാവുമ്പോ അയാളോട് ചോദിക്കുക. ഇപ്പൊ ക്ലിപ്പിങ്ങുകളൊക്കെ എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. എന്നോട് ചോദിക്കണ്ടേ, ഒരു ക്ലിപ്പ് കേട്ടു, അതിങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളവർക്കൊക്കെ. നിങ്ങൾ എന്താണ് ഒരു മുവഹിദിനെ കുറിച്ച് ഒരു ശിർക്കിന്റെ ആരോപണം കേൾക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് ചില ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ കാര്യത്തിലും ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരണം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വു മുബീൻ. ഈ വചനം സൂറത്ത് ബഖറയിലെ 208-ാമത്തെ വചനമാണ്. എല്ലാവരും ഇതൊന്ന് അർത്ഥം പഠിക്കുക. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരൂ.
ചില കാര്യങ്ങളിൽ ഇസ്ലാം ഉണ്ടാവും, ചില കാര്യങ്ങളിൽ ഇസ്ലാം ഉണ്ടാവില്ല. ഇവിടെ ഇസ്ലാമിലേക്കല്ല നിങ്ങൾ പിശാചിന്റെ കാൽപാത. ഇസ്ലാം വിട്ടാ പിന്നെ പിശാചിന്റെ വഴി ഞങ്ങൾക്ക് ഉണ്ടാവും. ഒരു ശിർക്കാരോ എന്റെ ഒരു ക്ലിപ്പിംഗ് അപ്പുറം ഇപ്പുറം കട്ട് ചെയ്തിട്ട് കേട്ടാ ഖുറാഫികൾക്ക് ചെയ്യാം, ദുരുദ്ദേശമുള്ള ആളുകൾക്കൊക്കെ ചെയ്യാം. ഇന്ന് ഫോൺ വിളിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾക്കൊന്നും സതുദ്ദേശമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഞാന് പല ആളുകൾ എന്താ പറയുക, സാധേ ഞങ്ങള് നിങ്ങളെ പ്രസംഗം കേട്ടിട്ടാണ് തൗഹീദിൽ വന്ന് സാധേ ഇങ്ങനെ ഒലിപ്പിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ഓൻ്റെ അടുത്ത് കള്ളത്തരുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ സാറിന് എന്താ പറയാ, നമുക്കൊരാളെ ഹൃദയം തുറന്നു നോക്കാനൊന്നും കഴിയില്ല. നല്ലൽക്ക് സലാം പറഞ്ഞ് നല്ലൽക്ക് വർത്താനം പറയുന്നവനെ മുനാഫിക്കാക്കുക ചിന്തിക്കാൻ പറ്റുമോ? എന്റെ ഒരു മനോഗതി അതാണ്. പഠിച്ചവന് ഖൈറായിരിക്കും, നല്ല ഉദ്ദേശമായിരിക്കും, പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നിയാൽ അയാൾ പറയും ഉസ്താദേ ഇത് പറഞ്ഞുകൊണ്ടാ ചെയ്തേ ഒരുത്തൻ, ഇത് ഉസ്താദേ നിങ്ങൾ മറ്റുള്ളവരെ കാണുന്ന പോലെ എന്നെ കാണരുത് കേട്ടോ. ഞാനൊരിക്കലും അത് റെക്കോർഡ് എനിക്ക് പഠിക്കാനാണ്. എന്റെ നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ അവിടെ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുന്നത്. എന്നോട് ആളുകൾ ചോദിക്കുന്നു അതിനൊരു വിസ്തീർണം, എനിക്ക് നിങ്ങളെ പരിചയമുള്ളത്, നിങ്ങളുടെ നമ്പറാണ് എൻ്റെ അടുത്തുള്ളത്, അതുകൊണ്ടാണ് വിളിച്ചതെന്ന് കുറിച്ചും പറഞ്ഞാൽ ഓനെ അവിശ്വസിക്കാൻ ഒരു മുഅ്മിന് കഴിയോ? സത്യവിശ്വാസികൾ അങ്ങനെയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവനെ പഠിപ്പിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ വിസ്തീരിക്കും. അപ്പൊ അതില് അപ്പുറമൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം ഇങ്ങനെ കേൾപ്പിക്കും. അതിന്റെ ക്ലിപ്പിംഗ് ആണ് മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ രണ്ടു വിധമുണ്ട് എന്നെങ്ങാണ്ട് പറയും. നിന്റെ ഒരു ക്ലിപ്പിംഗ് ഉണ്ട് അത്രേ, ഞാൻ കണ്ടിട്ടില്ല. ഏത് ആരാതുണ്ടാക്കി എനിക്കറിയില്ല. ഒരു നീലേശ്വരത്ത് നിന്നൊരു വിദ്വാൻ വിളിച്ചതാണ്. ഞാൻ ആ കേസിൽ നിന്ന് പറയുന്നത് നിന്നെ എനിക്കറിയാം, നീ എന്തിനാ ഇത് വിളിക്കുന്നൊക്കെ അറിയാം. പക്ഷേ പൊതുവെ എനിക്കൊരിതുണ്ട്, ഏതെങ്കിലും ഒരു വാക്ക് ഇനി എന്ത് കുരുട്ടുബുദ്ധിയുള്ളവനാകട്ടെ. നിങ്ങൾക്കറിയാലോ ബൈലക്സിൽ ഒരു ജിഷാൻ മാഹി, ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ കപടൻ നോനെ വിളിച്ചാൽ അതെല്ലാവരും അംഗീകരിക്കും. AP സുന്നികൾ അംഗീകരിക്കും, EK സുന്നികൾ അംഗീകരിക്കും. ഓനെപ്പോലെ നുണ പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ആയുസ്സിനിടയിൽ ഒരാളും ഓനെ തുല്യമാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നുണ പറയാൽ എല്ലാ സംഘടനകളുടെയും പണ്ഡിതന്മാരെ വിളിച്ചിട്ട് ഓൻ എന്ത് നുണയും പറയും, ഓനൊരു പ്രശ്നമില്ല, ഒരു മനസ്സാക്ഷി കുത്തുമില്ല. അങ്ങനത്തെ ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്ന ഇന്ന ഭൂമിയിൽ ഒരു കദ്ദാബുണ്ട്, അവനെ ഞാൻ ലോക കള്ളൻ എന്ന് വിളിക്കുന്നു, അവനെ നിങ്ങളും വിളിക്കുക, അങ്ങനെ രേഖപ്പെടുത്തുക. അതിലേതായാലും നിങ്ങൾ ആരും പെട്ടുപോകരുത്, ഞാനും നിങ്ങളും പെടരുത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്റെ ജീവിതത്തിൽ ഒരാളുടെ ക്ലിപ്പിംഗ് എന്റെ കയ്യിലില്ല, ഒരാളും ഇന്ന് വരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആരുടെ വാക്കും ഇന്ന് വരെ മിസ്യൂസ് ചെയ്തിട്ടില്ല. പടച്ചോങ്കാക്കട്ടെ. സഹോദരങ്ങളെ, അപ്പോ മരിച്ചവരോട് രണ്ടു നിലക്കുള്ള നേട്ടമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നങ്ങാണ്ട് പറഞ്ഞിട്ടാണ് വിവാദം. അതെല്ലാം നുണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താ സംഭവം എന്ന് പറയുന്നത്, മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ലെങ്കിൽ മൂസാ നബി മരിച്ച ആളല്ലേ, നബി മിറാജിന്റെ രാത്രി തേടിയില്ലേ എന്ന് ഒരുത്തൻ ചോദിച്ചാൽ ഓനോട് ആ കാര്യം വിശദീകരിക്കണ്ടേ? നിങ്ങൾ പറയും ആ ഭാഗമൊന്നും അതിലില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഫോൺ ക്ലിപ്പിംഗിൽ അതൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ്, മൂസാ നബി മരിച്ചിട്ടും മൂസാ നബിയോട് നബി തേടിയില്ലേ, അപ്പൊ ഞങ്ങളുടെ വാദം ശരിയല്ലേ എന്ന് ഒരുത്തൻ ചോദിച്ചാൽ തലങ്ങനെ കുലിക്കുക വേണ്ട, ഓനെ വിശദീകരിച്ചു കൊടുക്കണ്ടേ? ഓൻ അത് പറഞ്ഞിട്ട് കുറെ ആളുകളെ ശിർക്ക് ചെയ്യിപ്പിക്കും. അപ്പൊ ഓനോട് പറഞ്ഞു കൊടുക്കണം എന്ത്, മൂസാ നബിക്കും അന്ന് മുഅ്ജിസത്തുണ്ടായി. മൂസാ നബിയെ ആത്മാവോടും ശരീരത്തോടും കൂടി ഒറിജിനലായിട്ട് അല്ലാഹ് ജീവിപ്പിച്ചു. ഏതുപോലെ ജീവിച്ചിരിക്കുന്ന മൂസാ നബി മുഹമ്മദ് നബിയും ജീവിതകാലത്ത് കണ്ട എങ്ങനെ? അങ്ങനെ നിങ്ങൾ അറിയണം, അതിന്റെ വിശദീകരണം പറയുന്നത് അങ്ങനെ. അതായത് ഞാനും നീയും ജീവിതകാലത്ത് ഒന്നിച്ചിരുന്ന് വർത്താനം പറയുന്ന പോലെ മൂസാ നബി ഈ മഹാനായ റസൂലുള്ളാഹിനെ കാണുകയാണ് ഒറിജിനലായിട്ട്. അല്ലാതെ മരിച്ചിരുന്ന മൂസാ നബി കബർന്ന് ചോദിക്കല്ല. മൂസാ നബിയും മുഹമ്മദ് നബിയും ഒരേ സമയത്ത് മേറാജ് ഉണ്ടായി. പണ്ഡിത ലോകത്തിന്റെ വിശദീകരണമാണ്. മാത്രമല്ല ശരീരത്തോടും ആത്മാവോടും കൂടി ചോദിച്ചു. നമുക്കറിയാലോ മഹ്ശറയില്, നിങ്ങൾ എന്നെ ചിന്തിക്ക്, എല്ലാവർക്കും ക്ലിക്ക് ചെയ്യും. മഹ്ശറയില് നമ്മൾ ആദം നബീന്റെ അടുത്തെത്തും, ഒന്ന് ഞങ്ങളുടെ വിചാരണക്ക് എടുക്കണേ. നൂഹ് നബീന്റെ അടുത്തെത്തും, ഒന്ന് ഞങ്ങളുടെ വിചാരണ. ഇബാദത്തായ തേട്ട മരിച്ചുപോയ പ്രവാചകന്മാരല്ല ഇതൊക്കെ. പക്ഷേ ഖിയാമത്ത് നാളിൽ എല്ലാരെയും വിളിച്ചോണത്തും. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങൾ വിളിച്ചോണച്ച്? ഒരു നാട്ടക്കുറിയിലേക്ക് ഓടുന്ന പോലെ എല്ലാരും വരും. അന്ന് നമുക്ക് നബിമാരോട് സംസാരിക്കാം, അതിനാരും ശിർക്കാന്ന് പറഞ്ഞാൽ മരിച്ചുപോയ നബിയല്ലേ എന്ന് ചോദിച്ചാൽ അതിന് പകുതിയില്ല. ഇവിടെ മൂസാ നബി മരിച്ച മൂസാ അലൈഹിസ്സലാമിനെ അല്ലാഹ് ജീവിപ്പിച്ചു, ആത്മാവോടും ശരീരത്തോടും കൂടി. അങ്ങനെ കണ്ട് മൂസാ നബി ഇങ്ങോട്ട് ചോദിച്ചതാ, അല്ല നിന്റെ ഉമ്മത്തിന് എന്താ അല്ലാഹ് തന്ന്? അതിൽ പ്രാർത്ഥനയില്ല. അങ്ങനെ ചോദിച്ചാൽ തന്നെ അതിൽ പ്രാർത്ഥന ഉണ്ടോ? മൂസാ നബി നമ്മൾ അങ്ങനെ തന്നെയല്ലേ. ഇനി ഇവിടെ നടന്നു പോകുമ്പോ ഇബ്രാഹിം നബീനെ കണ്ടു എന്നാണ് വിചാരിച്ചോ? ഞാൻ ഇബ്രാഹിം നബിയാണ്
എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈസാ നബിയെ കണ്ടു എന്നൊക്കെ ഈസാ നബി എന്ന് ചോദിച്ചാൽ അതിൽ എന്താ ഉള്ളത്? അതിലൊന്നുമില്ല. അവിടെ സുന്നികളുടെ വാദത്തിന് മരിച്ച മൊയ്തീൻ ഷേഖിനോട് തേടാനുള്ള തെളിവില്ല. ഞാൻ അത് വിശദീകരിച്ചതാണ്. ആ ഭാഗമൊക്കെ കെട്ടിയതിന് എന്താക്കി ഏതോ ജോയിന്റ് ചെയ്തൊന്നും എനിക്ക് പറയാൻ കഴിയില്ല, ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും ഇതാണ്, മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് അഭിപ്രായമില്ല, പാടില്ല, ശിർക്കാണ് എന്നതിന് ജീവിതം കൊണ്ട് സാക്ഷി നിന്നവരാ നമ്മള്. അതിന്റെ പേരിൽ കല്ലേറ് കൊണ്ടവരാ ഞങ്ങള്, അതിന്റെ പേരിൽ കൂക്കുവിളി കിട്ടിയവരാ ഞങ്ങള്, അതിന്റെ പേരിൽ ആട്ടി ഓടിക്കപ്പെട്ടവരാ ഞങ്ങള്. അത് നിങ്ങൾ ആദ്യം ആലോചിക്കുക. ഏതൊരു വ്യക്തിയെ പറ്റിയും പറയും അയാളുടെ ജീവിതം ആദ്യം നോക്കണം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കുക, അബൂബക്കർ സിദ്ദീഖിന് പേര് വരാനുള്ള കാരണം എന്താ? കൂടെ ജീവിച്ച നബീനെ പറ്റി ആളുകളെ ഇനിയെങ്കിലും പറയും അബൂബക്കറെ ചെങ്ങായിക്ക് ഭ്രാന്താണ്, അങ്ങ് ബൈത്തുൽ മുഖദ്ദസ് പോയിട്ട് ആകാശം കഴിഞ്ഞ് വന്നെന്നാ പറയണേ, പറവട്ടാണ്, ഇനിയെങ്കിലും ഈ വിശ്വസിക്കണില്ലേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞേ ഒറ്റ ചോദ്യം, മുഹമ്മദ് നബിയാ പറഞ്ഞത്, സല്ലല്ലാഹു അലൈഹി വസല്ലമയാ പറഞ്ഞത്, എന്നാ കേട്ടോളി, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. എന്താ? അത്രയും കാലം കൂടെ ജീവിച്ച ഒരാളെ കുറിച്ച് ഒരു മതിപ്പില്ലെങ്കിൽ സുഹൃത്ത് ബന്ധത്തിനൊന്നും ഒരർത്ഥമില്ല. അതും ഞാൻ പറഞ്ഞുതരാം. സൗഹൃദത്തിനും സുഹൃത്ത് ബന്ധത്തിനും ഒക്കെ മറ്റൊരു തല ഉണ്ടായിരുന്നു പലർക്കൊന്നും ഞാൻ ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. നമ്മളെ കൂടെ ജീവിച്ച ഏറ്റവും അടുത്ത് നിന്ന കുറെ പ്രബോധകര ആളുകളുണ്ട്, അവരൊന്നും ആത്മാർത്ഥമായിരുന്നില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ട നിമിഷങ്ങളാണ്. ഇതിൽ പലരും വെറും കാപട്യമായിരുന്നു ജീവിതത്തിൽ. പക്ഷെ നമുക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, കഴിയില്ല. നമുക്ക് ഒരു യഥാർത്ഥ ദീന പഠിച്ചവർക്കത് കഴിയൂ? എങ്ങനെ സാധിക്കാതെ? അങ്ങനെ വഞ്ചിക്കാനും ചതിക്കാനും, വഞ്ചിച്ചും ചതിച്ചും ഉണ്ടാക്കേണ്ട അല്ല പ്രസ്ഥാനം. വഞ്ചിച്ചു ചതിച്ചു ആളെ കൂട്ടരുത്, ഒരൊറ്റ മനുഷ്യനല്ലെങ്കിൽ പോലും. എന്തിനാത്? മഹാനായ ഇമാം ബുഖാരിക്ക് നേരെ ആരോപണം പറഞ്ഞത് വൻ വിജയായി. അതുകൊണ്ട് എന്തായി? അവസാനം ബുഖാരി ഇമാമിന്റെ സദസ്സിൽ രണ്ടാളായി. അതുകൊണ്ട് ബുഖാരിക്ക് എന്താ പ്രശ്നം? ഇമാം ബുഖാരി സത്യത്തിലായിരുന്നു, പക്ഷെ അദ്ദേഹത്തിനെതിരെ കളവ് പ്രചരിപ്പിച്ചു. അതുകൊണ്ട് കളവ് പ്രചരിപ്പിക്കുന്നവരോട് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കും. ഇപ്പൊ മമ്പാട് സഖാഫി ഏതോ രണ്ട് സലായിമാര് ചെന്നതിനെ പറ്റി പറഞ്ഞു. അതിൽ ഒരു അക്സനെ അതിന്റെ പേരും പറഞ്ഞു, ഞാൻ പേര് പറഞ്ഞിട്ടില്ല. രണ്ട് സലാഹിമാർ, ബഹുമാനായ എന്റെ സഹോദരൻ മജീദ് സലാഹി എനിക്ക് മെസ്സേജ് അയച്ചു. ഞാനല്ലോ, അത് വേറെ ആളാണ്. ശരി, നമ്മൾ എവിടെയും പറയില്ല, നമ്മളാ പേര് തന്നെ പറഞ്ഞിട്ടില്ല. സലാഹി ആള് എന്തായാലും രണ്ട് സലാഹിമാര് പോയി, അവർക്ക് കേസറ്റും കൊടുത്തു. ആ കേസറ്റ് ഒരു പയ്യന്റെ അടുത്ത് വേറൊരു സലാഹിന്റെ അടുത്ത് കൊടുത്തേക്കുകയും ചെയ്തു, പുള്ളിപ്പാടത്തെ, ഇടവണ്ണ പുള്ളിപ്പാടത്തെ. അത് സത്യ. പക്ഷേ അയാള് പറഞ്ഞപ്പോ മജീദ് സലാഹി ആ സാധു ഇല്ല, അത്ര അദ്ദേഹത്തിന്റെ പേരിൽ അതിന്റെ പേരിൽ ആരോപണമില്ല. ഞാനും പേര് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് നമ്മളത് എവിടെയും പറയുന്നില്ല. കാരണം എന്താ? അത് പേര് മാറിപ്പോയതാണ്. പേര് മാറി നമ്മൾ പറയേണ്ട കാര്യമില്ല. നമുക്ക് വ്യക്തിപരമായ ഒരു വിരോധം ആരോടുമില്ല. ഇനി അങ്ങനെ എന്റെ പരാമർശത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നത് അബദ്ധങ്ങളോ ധാരണ പിശകുകളോ ബോധപൂർവം അല്ലെങ്കിൽ തിരുത്താൻ ഒരു മടിയും വേണ്ട. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് അസത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. അപ്പൊ നമ്മൾ വിശ്വാസികളാവുക. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഒരു അധർമ്മകാരി ഒരു വാർത്തയായിട്ട് വന്നാൽ അതിങ്ങനെ പ്രചരിപ്പിക്കുക. അത് പ്രചരിപ്പിക്കുന്നവരോട് നിങ്ങൾ എന്താ അല്ലാഹനെ ഓർക്കാത്തത്? നിങ്ങൾ നുണയാ പറയണേ, നിങ്ങൾക്കറിയാം. അല്ലല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഈ നുണ പ്രചരിപ്പിച്ചിട്ട് കിട്ടുന്ന തൽക്കാല സായുജ്യത്തിനിടയിൽ ആ നുണ ഇങ്ങനെ സെൻഡ് ചെയ്യുന്നതിനിടയിലാണ് ആത്മാവിനെ പിടിക്കുന്നതെങ്കിലോ എന്തായിരിക്കും പടച്ചവന്റെ അടുത്തുള്ള അവസ്ഥ? ഒരു ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യരുത് കേട്ടോ. ഒരാളോടും വ്യക്തിവിരോധത്തിന്റെ ഒരംശവും ഉണ്ടാകരുത് കേട്ടോ. അതെല്ലാരോടും ഞാൻ എന്നെ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വ്യക്തിവിരോധത്തിന്റെ ഏതെങ്കിലും ഒരു അംശം എവിടെങ്കിലും വന്നിട്ടുണ്ടോ റബ്ബേ? കഴിഞ്ഞ പ്രസംഗങ്ങളിൽ മുൻകാലങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ഒരുപാട് അബദ്ധങ്ങൾ ഞങ്ങൾ തെളിയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ സലായിമാര് ഭയങ്കര വയത്. ഓരോട് എനിക്ക് പറയാനുള്ള നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം എന്റെ പ്രസംഗത്തിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടാതെ പോയ അബദ്ധം ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യം അവിടെ നടക്കണേ. ഒന്ന്, ഓർക്കല്ലേ ഇതിന്റെ ശിക്ഷ, അതവർക്ക് ഉണ്ടാവാൻ പാടില്ല. ഒന്ന്. രണ്ട്, അബദ്ധാണെങ്കിൽ അത് ഇതുവരെ മനസ്സിലാക്കാത്തോണ്ട് തന്നെ എനിക്ക് പശ്ചാത്താപം ഉണ്ടാവൂല. അബദ്ധമായി പോയി എന്ന് എനിക്ക് അറിയിച്ചു തരുന്നത് വഴി അള്ളാഹു അവർക്ക് പുണ്യം കൊടുക്കട്ടെ. ഒന്ന്. രണ്ട്, അത് മുതൽ എനിക്ക് പടച്ചവനോട് പശ്ചാത്തപിക്കുകയും നാളത്തെ പ്രസംഗത്തിലെ അബദ്ധം തിരുത്തുകയും ചെയ്യാലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നിങ്ങൾ പറയണം, അബദ്ധങ്ങൾ എന്നെ പറഞ്ഞോളെ. നിങ്ങൾ രണ്ടെല്ലാരും കൂടി കൂടിയിട്ട് ഞങ്ങളെ ശത്രുക്കളായിട്ടുള്ള എല്ലാരും കൂടി പറഞ്ഞോളെ. ഒക്കെ നമുക്ക് നല്ലതേ. എന്നാൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ
പറയുന്നത് അഖീദയിൽ പറ്റിയിട്ടുള്ള പിഴവുകളാണ്. വിശ്വാസരംഗത്തും ആചാരരംഗത്തും ഇസ്ലാമിക പ്രമാണങ്ങളിലും സലഫുകൾ ശീലിച്ച ശൈലികളിലും ഒക്കെ നിങ്ങൾക്ക് സംഭവിച്ച കൃത്യമായ പ്രമാണവിരുദ്ധമായ അബദ്ധങ്ങളാണ് ഞങ്ങൾ ആരെ പറ്റിയേ പറഞ്ഞത്. നിങ്ങൾക്കറിയാം, ജാമ്യയിൽ വെച്ചിട്ട് നവകുബൂരികൾ എന്ന് നമ്മളെ എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് പറഞ്ഞു. നവകുബൂരികൾ അത് കൃത്യമായ ആരോപണവും ഒരു സമൂഹത്തെ കുറിച്ചുള്ള ശിർക്കാരോപണം. കുബൂരികൾ എന്ന് നമ്മൾ ആരെയാ പറയല്? കബറാളികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ. ലോകത്ത് ആരാണോ കബറാളികളെ വിളിച്ചു പ്രാർത്ഥിക്കുക അവരെ അല്ലെ. നവകുബൂരികൾ എന്നാലോ ഇതുവരെ കബറിലെ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ഒരു സമൂഹത്തോടൊപ്പം ഒരു പുതിയ വിഭാഗം ആളുകൾ ചേർന്നിട്ടുണ്ട്. അവരാരാണ്? അവർ മുജാഹിദുകളിൽ പെട്ടൊരു വിഭാഗമാണ് എന്നാണ് അവിടെ പ്രസംഗിച്ചത്. അത് ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരിരിക്കുന്ന സദസ്സിൽ കൃത്യമായ ഒരു ആരോപണല്ലേ? ഇത് വ്യക്തിവിരോധാണോ? ആണോ? ഇതൊരു വ്യക്തിയോടുള്ള സ്നേഹക്കുറവാണോ? അവനെ തിരുത്തിയിട്ടില്ലേ? പരലോകത്ത് കുറ്റല്ലേ? കാരണം ഖബറാരാധനക്കെതിരെ ജീവൻ ഒഴിഞ്ഞു വെച്ച ആളുകളെ നവകുബൂരികൾ എന്ന് വിളിച്ചിട്ട് ഇന്ന് വരെ അത് തിരുത്തിയതായ ഒരു അറിവ് എനിക്കില്ല. തിരുത്തിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ മോനെ, നിനക്ക് നല്ലത്. അല്ലെങ്കിൽ മോനെ കയ്യടി ഉണ്ടാവും, ആളുകളൊക്കെ ഉഷാറായിട്ട് കൊണ്ടു നടക്കും, നല്ല നല്ല വാഹനത്തിൽ തന്നെ മുന്നിലിരുത്തി കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷെ പരലോകതായിരിക്കൂല, പരലോക കഷ്ടായിരിക്കും. ഒരു പ്രയാസവും അവിടെ ഇല്ലാണ്ടിരിക്കില്ല എന്ന് വിചാരിക്കണ്ട. നവകുബൂരികൾ എന്ന് വിളിക്കും. കബറിനെ കെട്ടി ഉയർത്തിയതിനെ ആരാധിക്കുന്നവരാണ്. നമ്മൾ ഉമർ വലിന്റെ കബർ കെട്ടി ഉയർത്തി ഇവിടെ ആരാധിച്ചു. കെ മൗലവിന്റെ കബർ കെട്ടി ഉയർത്തിയോ? ഏതായാലും ഈ കെ അതുപോലെ ഉള്ള ആളുകളുടെ മുജാഹിദുകളെ ഏതായാലും കെട്ടിപ്പൊക്കൂലല്ലോ. ഇല്ലല്ലോ. പൊക്കുകയാണെങ്കിൽ പൊക്കേണ്ട ഈ മഹാന്മാരാണല്ലോ അല്ലേ? അതിനെതിരെ ശബ്ദിച്ചവരാണ് മുജാഹിദുകൾ. അതുകൊണ്ടല്ലേ ജമാഅത്തെ ഇസ്ലാമി നമ്മളെ കുറിച്ച് ശ്മശാന വിപ്ലവത്തിന്റെ ആളുകൾ എന്ന പേര് തന്നെ നമുക്ക് ഉണ്ടായത് അതുകൊണ്ടല്ലേ അല്ലേ? ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അത് ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ചവർ നമ്മളല്ലേ. അതിന്റെ പേരിലല്ലേ ഭീമാ പള്ളിയിൽ ഞങ്ങൾക്കുള്ളൊക്കെ അവർ വന്നത്. അപ്പൊ മോനെ, നീ തിരുത്തണം. നവകുബൂരികൾ എന്ന നിന്റെ പ്രയോഗം ഒരു സമൂഹത്തെ മുശ്രിക്കുകളാക്കി മാറ്റിയ പ്രയോഗമാണ്. അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ. നിന്റെ കൂടെ പിന്നിലിരുന്ന പണ്ഡിതന്മാർ അത് തിരുത്തിയില്ല എന്നത് ബനു ഇസ്രായേലുകളുടെ പണ്ഡിത നിലവാരത്തിലേക്ക് അവർ വന്നതുകൊണ്ടായിരിക്കാം. ഭയങ്കരമായ എത്രത്തോളം അറിയും. അത് പറയുമ്പോൾ ഞാൻ കെ മൗലവിയും വക്കമൗലവിയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് കെ മൗലവിയാണെന്നാണ് എന്റെ ഓർമ്മകളിൽ. അതായത് അധ്യക്ഷൻ, സമാരാധ്യനായ അധ്യക്ഷൻ എന്ന് പറഞ്ഞത്ര, സമാരാധ്യനായ അധ്യക്ഷൻ. ഉടനെ കെ മൗലവി എഴുന്നേറ്റ് പറഞ്ഞ ആ പദം മലയാളത്തിൽ മേൽ ഉപയോഗിക്കാൻ പാടില്ല. സമാരാധ്യൻ എന്ന് പറഞ്ഞാൽ ഇയാളെ പോലെ ആരാധിക്കാൻ തുല്യനായി വേറൊരാളില്ല എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അപ്പൊ ഞാൻ പറയാ, അത്ര വരെ ശ്രദ്ധിച്ചിരുന്നവരാണ് നമ്മുടെ ആളുകൾ. അപ്പൊ ഇവിടെ നവകുബൂരികൾ എന്ന് വിളിക്കുന്നു. ഇവർ ഖബറാരാധകരാകുന്നു എന്നാണ് അതിന്റെ മൈന. അത് ഗുരുതരമായ ആരോപണമാണ്. ആ ആരോപണം പടച്ചോൻ ഒരിക്കലും പൊറുക്കാത്തതാണ്. കാരണം എന്താണ്? ഒരു മുവഹിദുകളെയാണ്, പടച്ചോനെ മാത്രം ആരാധിക്കുന്നവന്റെ ഇഷ്ടദാസന്മാരെയാണ് നവകുബൂരികൾ എന്ന് പറയുന്നത്, ജിന്നൂരികൾ എന്ന് പറയുന്നത്. ജിന്നിനെ കുറിച്ച് ഖുർആനും സുന്നത്തും എന്ത് പറഞ്ഞോ അത് വിശ്വസിച്ചതിന്റെ പേരിൽ, അത് അതേപടി കൂട്ടാതെ കുറയ്ക്കാതെ വിശ്വസിച്ചതിന്റെ പേരിൽ. അപ്പൊ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഒരു കാര്യം ആലോചിക്കണം. ഞങ്ങൾ ഈ പറയുന്നവർ അതിന് അർഹരാണ്? അതല്ല, ഞങ്ങളുടെ കക്ഷിത്വം കൊണ്ട് മാത്രം ഉണ്ടായതാണോ ഇത് എന്നാലോചിക്കുന്നത് പരലോകത്തിന് നല്ലതാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന ഈ വിഷയം ഇനി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം എന്നൊരു പക്ഷേ ആളുകൾ ചോദിക്കാം. ഞങ്ങൾക്കേ അവകാശമുള്ളൂ. അതാണ്, അതായത് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു മുജാഹിദുകളുടെ ഒരു വിഭാഗം എന്ന് പറഞ്ഞല്ലോ. ആ ആളുകൾക്ക് ഇനിയും തൗഹീദ് പറയാൻ അവകാശം. യാ ഇബാദല്ലാഹ് ഈനൂനി ഉദ്ധരിക്കാൻ ഇനി ആർക്കാ അവിടെ അവകാശം? അതിന് ഇവിടെ ഒരു ടീം ഉദ്ധരിച്ചാൽ, അതായത് സമസ്തക്കാർ ഉദ്ധരിച്ചാൽ അതിന് മറുപടി പറയാം. അത് ഉദ്ധരിക്കുന്നത് അവരാണ്, നമ്മളല്ല. ചിന്തനത്തിലെ ഒരു ലേഖനത്തിൽ അതിന്റെ ചീഫ് എഡിറ്റർ വലിയൊരു നുണ എഴുതിയിട്ടുണ്ട്. അതിൽ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഒരൊറ്റ തെളിവ് മാത്രമായി ഇവർക്കുള്ളത്. ഞങ്ങൾക്കല്ല തെളിവ്, സമസ്തക്കാർ ഉദ്ധരിക്കുന്ന തെളിവുകളാണ്. ലോകത്തിലെ കുബൂരികളായ ആളുകൾ മൊയ്തീൻ ശൈഖിനെ രക്ഷിക്കണേ അല്ലെങ്കിൽ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസക്കുള്ള തെളിവായി, അവരുടെ തെളിവായി അവർ ഉദ്ധരിക്കുന്ന ഒരു ദുർബല ഹദീസാണ്. മുജാഹിദുകൾ അതിനെ ഖണ്ഡിച്ചിട്ടേ ഉള്ളൂ, തകർത്ത് തരിപ്പണമാക്കിയിട്ടേ ഉള്ളൂ. അതിലവരുദ്ദേശിക്കുന്ന ഇസ്തിഗാസ ഇല്ല എന്ന് പറഞ്ഞ് അതിനെ തകർത്ത് തരിപ്പണമാക്കിയ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യം. മുജാഹിദുകൾ സ്വതന്ത്രമായി ആ ദുർബല ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല. ഇല്ല. ലോകത്ത് രണ്ട് വിധത്തിലാണ് ആ ഹദീസ് ചർച്ച ചെയ്തത്. ഒന്ന് മുഹദ്ദിസീങ്ങൾ,
ദുർബലതയും ബലാബലവും ലൈഫും അതുപോലുള്ള ഹദീസുകൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിലാണ് ചർച്ച ചെയ്തത്. 2, ഇത് മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവായി ഉദ്ധരിച്ചപ്പോ അതിന് ഖണ്ഡനമായിട്ടാണ് ഇന്ന് വിവാദ പരാമർശമുള്ള എല്ലാ ആളുകളും അത് ചർച്ച ചെയ്തിട്ടുള്ളത് എന്ന് തുടക്കത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരു സമൂഹത്തോടുള്ള ഈർഷ്യത, അവരോട് അനീതി പ്രവർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കരുത്. കാരണം അത് തഖ്വക്കെതിരാണ്. വലാ യജ്രിമന്നകും ശൻആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു അദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. അല്ലാഹു പറയാണ്, ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. മാത്രമല്ല, തഖ്വയുടെ ഭാഗമാണ് നീതി. തഖ്വയോട് ഏറ്റവും അടുത്തതും അതാണ്. അപ്പൊ ഒരു മുത്തഖിയുടെ ലക്ഷണം നീതിബോധമായിരിക്കും. സംസാരത്തിൽ നീതി പാലിക്കാൻ അല്ലാഹു പറഞ്ഞു. സംസാരത്തിൽ എന്ന് പറഞ്ഞു, എന്ന് പറഞ്ഞു. 17 അധ്യായം 56 പറഞ്ഞു. അതോടൊപ്പം ഖുർആനിലെ 33 അധ്യായം 70-71 പറഞ്ഞു. അപ്പൊ ഖൗലൻ സദീദ്, നേരെ ചൊവ്വേ, നല്ല വാക്ക്, വളച്ചുകെട്ടില്ലാതെ, തെറ്റിദ്ധരിപ്പിക്കാതെ, പല കോലത്തിലും ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് സംസാരിക്കുക. ആശയക്കുഴപ്പം തീർക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനം. എടാ, സർവത്ര അവന് ആശയക്കുഴപ്പം ഉണ്ടായില്ലേ എന്ന് ചോദിക്കലല്ല, നമുക്കിപ്പോ അതിനൊക്കെല്ലേ കഴിയൂ എന്ന് പറയലല്ല, ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. എടാ, അവന് കുറെയൊക്കെ ആശയക്കുഴപ്പം തീർന്നില്ലേ മോനെ? എടാ, നമ്മുടെ സംസാരം അവന് ക്ലിക്ക് ചെയ്തില്ലേ? പടച്ചോന്റെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും കുറ്റം ഉണ്ടാവൂടാ എന്ന് പറയുന്ന അവസ്ഥ. ഞാന് വളരെ സാധാരണക്കാരന ഒരാളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ആക്സിഡന്റ് പറ്റിയ മയ്യത്ത് കുളിപ്പിക്കും. വളരെ സാധാരണക്കാരനൊരാൾ, അയാളുണ്ടായിരുന്നു, പടച്ചോനെ പേടിക്കുന്ന ഒരാൾ. മയ്യത്ത് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോലും ചിന്തിച്ചിട്ടില്ല. അപ്പൊ അയാൾ പറഞ്ഞു, പടച്ചോൻ നമുക്ക് ഈ മയ്യത്ത് കുളിപ്പിച്ചതിൽ എന്തെങ്കിലും സുന്നത്തിനെതിരായിട്ടുണ്ടെങ്കിൽ അല്ല നമുക്ക് പുറത്തു തരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് അയാളോടുണ്ടായ ഒരു മതിപ്പ്, ഒരു സ്നാടം മനുഷ്യ പറയേണ്ട ആള് ഞാനാ അവിടെ സാധിച്ചത്. എനിക്കപ്പോൾ തോന്നിയില്ല, കാരണം സുന്നത്ത് തെറ്റിച്ചിട്ടില്ല എന്ന് ഉറപ്പെനിക്കുണ്ട്. പക്ഷേ ആ ഒരു സൂക്ഷ്മത, അമാനുവലെ കണ്ടില്ലേ, എല്ലാം പറയും അല്ലാഹു അഅലം. ഒരു ഹിന്ദു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എന്നോട് പറഞ്ഞേ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്താ അറിയോ, ഞാൻ എല്ലാ മലയാള പരിഭാഷയും വായിച്ചു. എനിക്ക് അമാനുവലി ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട് മൗലവി അറിഞ്ഞു. അപ്പൊ ഞാൻ അത്ഭുതത്തു. അന്നാ ഞാനും അത് അത്ര തന്നെ അഗാധമായി ഈ ഹിന്ദു മനുഷ്യൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാ. അപ്പൊ അയാൾ പറഞ്ഞു, എന്ത് പറഞ്ഞപ്പോ എല്ലാം കൃത്യമായിട്ട് അവതരിപ്പിച്ചാലും അല്ലാഹു അഅലം, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് തെറ്റുപറ്റാം, അതുകൊണ്ട് പടച്ചോനിലേക്ക്. ഇതിന്നെ വല്ലാതെ ആകർഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉറക്കാൻ കാരണം. അതിന്റെ പ്രതിഫലം അമാനുവലിലേക്ക് ആലോചിച്ചു. ഈ ഒരു ശൈലി എനിക്കും നിങ്ങൾക്കും നല്ലതാണ്, അബദ്ധം പറ്റിയതാ എന്നൊരു പറയാ. അതെനിക്ക് അന്നുണ്ടായ വൈകാരികതയിൽ ബോധപൂർവം തന്നെ ഞാൻ ചെയ്ത. പടച്ചോ എനിക്ക് പുറത്തിരട്ടേ, നിങ്ങൾ പ്രാർത്ഥിക്കും എന്നൊരുത്തനും പറയുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആഖിറം നമ്മൾ മുന്നിൽ കാണും. അല്ല, നമ്മളിപ്പോ ഇതൊക്കെ പറഞ്ഞാ പോലെ എന്താ വിചാരിക്കുക എന്നൊരാൾ വിചാരിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ കാര്യം പോക്കാം. ഏലോകത്തും അള്ളോന്റെ കൂടെ ഉണ്ടാവൂല, പരലോകത്തും അള്ളോനെ സഹായിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം ഒന്ന് പഠിക്കുക. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന് പറയാനുള്ള കാരണം, പ്രാർത്ഥന ഇബാദത്താണ്. ഒന്നാമത്തായ എന്റെ പോയിന്റ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. പ്രാർത്ഥന ഇബാദത്താണ്. ഇപ്പൊ സുലൈമാൻ സക്കാഫി, മാടിയക്കലിനെ പോലുള്ള ആളുകൾ പറയും 2 വിധത്തിലുള്ള പ്രാർത്ഥന ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു നുണയാണ്. അയാൾ പറയുന്നത് സുജൂദ് 2 വിധമുണ്ട്, അതുപോലെ പ്രാർത്ഥന 2 വിധമുണ്ട്. പ്രാർത്ഥന 2 വിധമുണ്ട്. എന്താണ്? ഇബാദത്താകുന്ന പ്രാർത്ഥനയുണ്ട്, ഇബാദത്താകാത്ത പ്രാർത്ഥനയുണ്ട്. അതൊരു തെറ്റിദ്ധരിപ്പിക്കലാണ്. ദുആ എന്ന അറബി പദത്തിന് വ്യത്യസ്ത അർത്ഥമുണ്ട്. ഇബാദത്താകുന്ന വിളിയുണ്ട്, ഇബാദത്തല്ലാത്ത വിളിയുണ്ട്, അത് വേറെ. ഇതല്ല, പ്രാർത്ഥന എന്ന മലയാള പദം ഉപയോഗിച്ചിട്ട് പ്രാർത്ഥന 2 വിധമുണ്ട്. എന്നാലോ റസൂലുള്ളാഹി പറയണ്ടേ, ആ 2 വിധത്തിന്റെ ഒരു അതിൽ ഒരു പറയുന്നത് എന്താണ്? സക്കാഫി പറയുന്നത് മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥന ഇബാദത്തല്ല. ഇനി അത് നമുക്ക് ഇബാദത്തായിട്ട് എങ്ങനെയാ പറയാ? മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് തന്നെ. ഇബാദത്തല്ലാത്ത പ്രാർത്ഥനക്ക് ഒരു ഉദാഹരണം പറയാൻ പറ്റും. മമ്പർ ഞങ്ങളെ കാക്കണേ, അല്ലാഹ് കാക്കണേ. ഇതിലൊന്ന് ഇബാദത്ത്, ഒന്ന് ഇബാദത്തല്ല എന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താ? അതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത്. അതിന് ഒരു ഹദീസും ഒരു ഖുർആനിക വചനവും പഠിക്കാൻ നമുക്ക്. നൗമാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് എല്ലാവർക്കും സുപരിചിതമാണ്. അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അസ്സലാത്ത് ഹുവൽ ഇബാദ എന്ന് അല്ലാഹു പറഞ്ഞില്ല.
സ്വലാത്ത് നിസ്കാരം അത് തന്നെയാണ്. സ്വലാത്ത് നിസ്കാരം എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുമ്പോൾ അത് തന്നെയാണ് ഇബാദത്ത്. അസ്സിയാമു ഹുവൽ ഇബാദ, അൽ ഹജ്ജ് ഹുവൽ ഇബാദ എന്ന് പറഞ്ഞില്ല എന്ന് കാരണം ഹജ്ജ് ഇബാദത്താകണയിൽ ദുആ ഉണ്ടാകണം, നിസ്കാര ഇബാദത്താകണയിൽ ദുആ ഉണ്ടാകണം. ജനങ്ങളെ കാണിക്കാൻ ഒരാൾ നിസ്കരിക്കുന്നത് ശരിക്കും കയ്യെട്ടി ശരിക്കും പാത്തി ഓതി യഥാർത്ഥത്തിൽ റുക്കൂഉം സുജൂദൊക്കെ നല്ല ക്ലിയറാ, പക്ഷെ ജനങ്ങൾ കാണാനാണെങ്കിലോ അതിൽ ദുആ ഇല്ല, അതിൽ ദുആ ഇല്ല. വളരെ വ്യക്തമാണ്, ആർക്കും അറിയാവുന്നതാണ്. ഒരാൾ സക്കാത്ത് റിയാഇന്റെ ഭാഗമായിട്ട് കൊടുത്തു, വലിയ സക്കാത്തുകാരനാണെന്ന് ലോകത്തിന് മനസ്സിലാണോ? നാളെ മാധ്യമത്തിൽ ഫോട്ടോ വരണം എങ്കിൽ അത് ഇബാദത്താകൂ? ഇല്ല. 2.5% കറക്റ്റ് ആയിട്ട് അയാൾ കൊടുത്ത് നല്ലൊരു തുക കൊടുക്കല് ഒരമലല്ലേ? ആണ്. പ്രത്യക്ഷത്തിൽ അത് സക്കാത്തല്ലേ? ആണ്. പടച്ചോന്റെ അടുത്ത് ഇബാദത്തെ പരിഗണിക്കോ? ഇല്ല. അതുകൊണ്ട് അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. എന്നിട്ട് സുമ്മ ഖറഅ, റസൂലുള്ള ഓതിയാണ്. അതിന് തെളിവ് ധരിക്കാൻ ഈ വചനത്തിന്റെ തെളിവെന്താണ്? വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. റസൂലുള്ളാഹി ആയത്ത് ഓതി 40-ാം അധ്യായം 60-ാമത്തെ വചനം. നുഅ്മാൻ ഇബ്നു ബശീറിൽ നിന്നുള്ള പൂർണ്ണ റിപ്പോർട്ടായി പറയുന്നത്. ഈ അദ്ദുആ വൽ ഇബാദ എന്ന് പറഞ്ഞിട്ട് സുമ്മ ഖറഅ വഖാല റബ്ബുക്കും ഉദൂനി. കാരണം നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങളുടെ റബ്ബ് എന്താ പറയുന്നത്? എന്നോട് വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയും ഉദൂനി, നിങ്ങൾ എന്നോട് ദ്വാരിക്ക്, പ്രാർത്ഥിക്ക്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്ക്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. എന്നിട്ടോ ദുആക്ക് പകരം പിന്നെ അല്ലാഹു ഉപയോഗിച്ച എന്താണ്? എന്നെ ആരാധിക്കാതെ ഗർഭ നടിക്കുന്നവർ. അപ്പൊ ദുആ ആരാധനയാണ്. ദുആ എന്താണ്? ആരാധനയാണ്. ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി എന്ന ദുആ എന്താണ്? ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറ. നൂഹ് നബി പറയാൻ, റബ്ബേ ഞാൻ എന്റെ കൗമിനോട് ദുആയിരുന്നു. അങ്ങനെയാ അതിനർത്ഥം? അല്ല, ഞാൻ എന്റെ കൗമിനെ ക്ഷണിച്ചു എന്നാണ് അവിടെ അർത്ഥം. ഞാൻ എന്റെ കൗമിനെ ക്ഷണിച്ചു, ഞാൻ എന്റെ ജനതയോട് പിന്നെ ഈ സത്യദീനിലേക്ക് വരാൻ വിളിച്ചു എന്നാണ് ഇതിനർത്ഥം. അവിടെ പ്രാർത്ഥിച്ചു എന്നല്ല. അല്ല, നേരെ മറിച്ച് നമുക്കറിയാം സക്കരിയ നബി അലൈഹിസ്സലാം അദ്ദേഹം പറഞ്ഞു, നിദാൻ, ഞാനിങ്ങനെ വളരെ പതുക്കെ എന്റെ റബ്ബിനെ വിളിച്ചു. ആ വിളി ദുആ ആണ്. അല്ലേ? ബാങ്ക് വിളിക്കുന്നു, അവിടെ എന്താ വിളി? ഇബാദത്ത അല്ല, ബാങ്ക് കൊടുക്കുകയാണ്. വ്യത്യാസങ്ങളുണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവമായി. ഇതൊക്കെ സമസ്തക്കാര് പല രൂപത്തിലെ ആളുകളെ പൊട്ടീസാക്കാൻ ഇതിനെ മറിച്ചു പിടിച്ചു വിശദീകരിക്കും. അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിങ്ങനെ വിശദീകരിക്കുന്നത് എന്തുകൊണ്ട്? ഒരു വിളി പ്രാർത്ഥനയാകുന്നത് എപ്പോഴാണ് നമ്മൾ അറിയണം. പ്രാർത്ഥനയാണ് ഇബാദത്ത്. ഇബാദത്ത് നോക്കൂ, ഈ പ്രാർത്ഥന ഇബാദത്താകുന്ന പ്രാർത്ഥന അത് അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അല്ലേ? അല്ലാത്തൊരു വിളി, ഭൗതികമായ ഒരു വിളി, സമൂഹത്തിൽ നിലനിൽക്കുന്ന പരസ്പര സഹായത്തിന്റെ വിളികൾ, കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ള ഏതേത് വിളികളും ആ വിളികളിൽ വ്യത്യസ്തമായിരിക്കും അതിന്റെ ഹുക്മ. ഓരോന്നും എന്ത് കാര്യം അത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചിരും. ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് അല്ലാഹ് ഇവിടെ ഇബാദത്താകുന്ന ഒരു ദുആ പറഞ്ഞു. പടച്ചോനെ, ഒരു വിളി എപ്പോഴാണ് ദുആ ആകുക, പ്രാർത്ഥനയാവുക? ഇത് മുജാഹിദ് പ്രസ്ഥാനം ഇന്നും ഇന്നലെയും വിളിച്ചിട്ടുള്ളതല്ല, വിശദീകരിച്ചിട്ടുള്ളതല്ല. ഒരുപാട് കാലഘട്ടമായി മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വിശദീകരിച്ചതിന് ഒരു തിരുത്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇന്നുവരെ എണ്ണപ്പെട്ട ചിലർ ഈ ഇട തിരുത്തി. നാളിതുവരെ ലോകത്ത് പ്രവാചകന്മാരും അംബിയ ഔലിയാക്കളും സ്വഹാബത്തും അതുപോലെ താബിഈങ്ങളും തബൂഅത്ബാഇകളും ലോകത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിത ലോകം, അതിനുശേഷം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകന്മാരും അവർക്കാർക്കില്ലാത്തൊരു പുതിയ വാദം ഇവിടെ ഉണ്ട്. ഞങ്ങൾക്കല്ല, ഞാൻ തെളിയിച്ചിരും. എന്താണ് ആ പുതിയ വാദം? അത് ശരിക്കറിഞ്ഞാൽ എന്താണ് ഈ വിവാദം അതും മനസ്സിലാവും. പിന്നെ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ വിഭാഗത്തിൽ എന്ന് പറയുന്നത് അതുള്ളത് കൊണ്ടല്ല. കാരണം അതൊരു നുണബോംബാണ്, അതൊരു വലിയ നുണബോംബാണ്. കാരണം അതിന്റെ മറവിൽ മറ്റു പലതും ഇവിടെ നടക്കുന്നുണ്ട്, ആരും അത് അറിയുന്നില്ല. നോക്കേ, ഈ പ്രചരണത്തിനിടയിൽ താടിക്കും നരിയാണിന്റെ മേലെ തുണിയെടുക്കുന്നതിനെതിരെ അൽമനാറിൽ 2 ലേഖനങ്ങൾ വന്നു, അറിഞ്ഞില്ല ആരും. അതേ ലേഖനം മുമ്പ് അതേ ലേഖനം പ്രബോധനത്തിൽ വന്നു, അന്ന് നമ്മൾ അവരെ വിമർശിച്ചു.
ഹദീസ് നിഷേധികൾ എന്ന് പറഞ്ഞു, നബിയെ കൊച്ചാക്കിയവൻ എന്ന് പറഞ്ഞു, പരിഹസിച്ചവരെന്ന് പറഞ്ഞു. അത് ചേകന്നൂരിന്റെ കിതാബിലുണ്ടായി. അന്ന് ചേകന്നൂരിൽ നമ്മൾ എതിർത്തു, നിഷേധിയാണെന്ന് പറഞ്ഞു, നബിയുടെ സുന്നത്തിനെതിരാണെന്ന് പറഞ്ഞു. അതേ വാചക അൽമനാറിൽ വന്നു. പറഞ്ഞോ നമ്മൾ? ഇല്ല. നിഷേധിയാ ലേഖകൻ എന്ന് പറഞ്ഞോ? അൽമനാർ നബിക്ക് എതിരാന്ന് പറഞ്ഞോ? കാരണം എന്താ? അതിന്റെ ഇടക്ക് മുങ്ങിപ്പോയി. കാരണം അതിനേക്കാൾ ഗുരുതരാണല്ലോ ശിർക്ക് ഇവിടെ. അതുകൊണ്ട് ഇതൊക്കെ പിന്നെ പറയാ എന്ന് വിചാരം. ശരിക്കും ഇത് അവിടെ അതായത് ഇവിടെ കൃത്യമായ പ്രമാണങ്ങൾക്കെതിരായ ഒരു ജീവിതം നയിക്കുന്ന ഒരു ടീം ഈ സംഘടനയെ പിടിച്ചെടുത്തു. അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ നിങ്ങൾ ഇപ്പൊ പറയില്ല, ഒരുപാട് തെളിവുകൾ